ഇതെല്ലാം ആകെ വന്നിട്ട് എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് വലിയ സന്തോഷമുള്ള ഒരു മൊമെന്റാണ് ഇത്. അപ്പോൾ അവര് ഇവിടെ വരുന്ന ഒരു മൊമെന്റിൽ ഉണ്ടാവണം എന്നൊരു ആഗ്രഹം. എസ്പെഷ്യലി നമ്മുടെ നിവിൻ പോളി പറഞ്ഞ ഡയലോഗ് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. ഞാൻ സ്വന്തം വഴിവെട്ടി വന്നവനാണെന്നുള്ളത്. ആ ഡയലോഗ് കൃത്യമായിട്ട് ചെയ്ത മറ്റു രണ്ടുപേരാണ് നമ്മുടെ മുമ്പിലുള്ളത്. വിഷ്ണുവും ബിനും ഈ രണ്ടുപേരുടെ സിനിമയുടെ ഭാഗമാകാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ സിനിമ യാത്ര തുടങ്ങുന്നത് ശരിക്ക് ബിനുവിലൂടെയാണ്. ബിനു സ്ക്രിപ്റ്റ് എഴുതി നായകനായിട്ട് അഭിനയിച്ച മൈ നെയിം ഈസ് അഴകൻ എന്ന മൂവി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മൂവിയിൽ അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അവര് വീണ്ടും അതേ സിനിമയിൽ വിഷ്ണു ഉണ്ടായിരുന്ന ഒരു പാട്ടൊക്കെ, അടിപൊളി ഒരു ഡാൻസ് ഒക്കെ ഉള്ള പാട്ടൊക്കെ ഉണ്ടായിരുന്നു. മൈ നെയിം ഈസ് അഴകൻ ഇപ്പോൾ C5 സ്റ്റിൽ ഉണ്ട്. ഇന്നലെയൊക്കെ അതിന്റെ കുറച്ച് ക്ലിപ്പുകളൊക്കെ ഇവിടെ കേട്ടത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്പെഷ്യലായിട്ട് മാറ്റി വിളിക്കാനായിട്ട് ഉദ്ദേശിച്ചതാണ്. അപ്പോഴത്തേക്ക് ആളൊക്കെ പോകുന്നു. എന്തായാലും രണ്ടുപേർക്കും ചേർന്ന് നല്ലൊരു കൈയുടെ ഒഴുക്കും. വിഷ്ണു ഉണ്ണികൃഷ്ണൻ ആൻഡ് വിനോദ് തൃക്കാക്കര. അവർക്ക് എന്താണ് പറയാനുള്ളത്? നോട്ട് അബൌട്ട് ദിസ് മൂവി, എല്ലാത്തിനെയും പറ്റി ഇവിടെ ഖത്തറിൽ വന്നിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസും അവരിപ്പോൾ നമ്മളുടെ കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓ ചെയ്യും. നമസ്കാരം. കുറച്ച് പേര് കഴിക്കുന്നു, ബാക്കിയുള്ളവരുടെ കഴിച്ചോളൂ. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞങ്ങള് ഇപ്പൊ വലിയ താരങ്ങളൊന്നും അല്ലാത്ത രണ്ട് ചെറിയ ആൾക്കാർ വന്നിട്ട് ഇത്രയും നേരം നിങ്ങൾക്ക് പോവാതെ ഇവിടെ ഇരുന്നത് ഹൃദയം നിറഞ്ഞ് പറയണം. ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഖത്തറിൽ ആദ്യമായിട്ടല്ല, ഞാൻ മുൻപും വന്നിട്ടുണ്ട്, പല പല പ്രോഗ്രാമുകൾക്ക് വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ഇവിടെ വരുന്നത് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഒരു സ്റ്റേജ് ഷോയ്ക്ക് ഒരു സ്കിറ്റ് ഞാനും ബിബിനും ചേർന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ പക്രുച്ചേട്ടൻ്റെ ക്യാരക്ടർ ചെയ്യാൻ പക്രുച്ചേട്ടനൊന്നും ഡേറ്റ് ഇല്ലാഞ്ഞിട്ട് ഒരു മണി അത് എഴുതിയ ആൾ തന്നെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് എന്നെ കയറ്റിക്കൊണ്ടുവന്ന് ആ സ്കിറ്റ് കളിക്കാൻ ഞാൻ ഖത്തറിൽ ആദ്യമായിട്ട് വന്നത്. അതിനുശേഷം പിന്നെ ഞങ്ങളുടെ എഴുതിയ അമർബ്രന്തോണി സിനിമയൊക്കെ ഹിറ്റായി. അതിനുശേഷം ഞാൻ റൈറ്റർ എന്നുള്ള ഒരു ബാനറിൽ ഞാൻ വന്നിട്ടുണ്ട്. അതിനുശേഷം കട്ടപ്പന ഹിറ്റായി. അതിനുശേഷം ഞാൻ നായകൻ എന്നുള്ള ഒരു അഡ്രസ്സുമായിട്ട് ഞാൻ ഖത്തറിൽ വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇടിയൻ ചന്ദ് എന്ന് പറയുന്ന സിനിമയുടെ നിർമ്മാതാവും കൂടിയാണ്. പുതിയൊരു അഡ്രസ്സുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഓരോ ടേണിംഗ് പോയിന്റിലും ഖത്തറിനോട് എനിക്ക് എന്തോ ഒരു ആത്മബന്ധമുണ്ട്. ഞാൻ പോലും അറിയാതെ ഞാൻ തുടക്കം ഇവിടെ വരാറുണ്ട്. അപ്പോൾ ഖത്തർ നിവാസികളോട് എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദ്യമേ നന്ദി പറയുകയാണ്. ഞാൻ സൂരജ് ബ്രോയായിട്ട് അവരുടെ റേഡിയോയിൽ കണ്ട് വന്നിട്ടുണ്ട് ഒരു പടത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട്. ഇപ്പോൾ ജാംബോക്സിൻ്റെയും ആദ്യത്തെ സംരംഭമാണെന്ന് പറഞ്ഞു. എൻ്റെയും ശ്രീജിത്ത് വിജയനിൻ്റെ ഡയറക്ടറുടെയൊക്കെ ആദ്യത്തെ സംരംഭം തന്നെയാണ് ഇടിയൻ ചന്തു. കട്ടപ്പനയ്ക്ക് ശേഷം മീശമാധവൻ മുതൽ ദിലീപേട്ടൻ്റെ എല്ലാ സിനിമയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് കേരളത്തിൽ കാസ് കലാസെറ്റും റൈറ്റ്സ് ആണ്. അദ്ദേഹത്തിൻ്റെ അനിയൻ അനൂപേട്ടൻ്റെ കമ്പനിയാണത്. അപ്പോൾ കട്ടപ്പനയും അവർ തന്നെയായിരുന്നു. അതിനുശേഷം എൻ്റെ ഒരു സിനിമ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇടിയൻ ചന്തുവാണ്. അപ്പോൾ കേരളത്തിൽ അവരാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എന്തോ ഒരു പോസിറ്റീവ് വൈബ് ഈ സിനിമയ്ക്ക് എല്ലാ അർത്ഥത്തിലും ഉണ്ട്. ഞങ്ങളുടെ സിനിമയുടെ ആക്ഷൻ കൊറിയോഗ്രാഫർ പീറ്റർ ഹെയ്നാണ്. അതൊക്കെ എല്ലാവരും അറിഞ്ഞില്ലേ? ഇല്ലേ? ആ പുലിമുരുകനൊക്കെ കഴിഞ്ഞിട്ട് ഞാനും പറഞ്ഞടിക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് പീറ്റർ ഹെയ്ൻ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ പുള്ളി പറഞ്ഞ് ഇതിനെ പറഞ്ഞിട്ടൊന്നും വേണ്ട, ഇതിന് പുതിയൊരു ടൈപ്പ് പരിപാടിയാണ്. ഇത് +2 പിള്ളേരുടെ സ്കൂളിൽ നടക്കുന്ന ഒരു വിഷയം, അതിനെ സംബന്ധിച്ചുള്ള അങ്ങനത്തെ ഒരു കഥയാണ്. അപ്പോൾ എല്ലാവരും സ്കൂളിൽ പഠിച്ചപ്പോൾ എന്തായാലും ഒരു ഇടിയെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇല്ലേ? അപ്പം അങ്ങനത്തെ ഒരു ഇടിപ്പടവും കൂടിയാണ്. പറഞ്ഞിടിയല്ല, ഒരു കൂട്ടത്തല്ലാണ്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള എല്ലാ സംഭവങ്ങളും സിനിമയിലുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഇടിയൻ ചന്ത് കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, പ്രോത്സാഹിപ്പിക്കണം. അടുത്ത ആഴ്ച പടം ഇറങ്ങും. അപ്പോൾ ഇടിയൻ ചന്തു അതിൻ്റെ ടീം വരുമെന്നാണ് ഇവിടെ എല്ലാം എഴുതി വെച്ചേക്കുന്നതും ഒക്കെ. ഇടിയൻ ചന്തു ഞാൻ എത്തിയിട്ടുണ്ട്. ടീമെന്ന് പറഞ്ഞിട്ട് ബിനുവിൻ്റെ ഫോട്ടോ വെച്ചേക്കണമെങ്കിൽ എൻ്റെ നിന്ന് കണ്ണട മേടിച്ച് എടുത്ത ഫോട്ടോ, ബിനുവിൻ്റെ തന്നെ ചെരുപ്പ്, കൂട്ടുകാരൻ ദീപുവിൻ്റെ ഷർട്ട്, ഫോട്ടോ കണ്ടപ്പോൾ ചോദിച്ചു എൻ്റെ ഫോട്ടോ എവിടെയാണ്? ഞാൻ പറയണത് നിൻ്റെ തന്നെയാണ്. ഇവൻ മറ്റേ ഏത് ഫോട്ടോ നീ മറ്റേ ഫോട്ടോഷോപ്പുകാരനായിട്ട്
ഗാനഗന്ധർവൻ എന്ന് പറയുന്ന പടത്തിൽ ബിനുവിൻ്റെ ഒരു സീനുണ്ട് ഫോട്ടോഷോപ്പ് ചെയ്യണ. അപ്പോൾ അതിന് കിട്ടിയ പണി പോലെ അവന് ചെറിയ പണി കിട്ടിയായിട്ട് തോന്നി. പക്ഷെ എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല അല്ലേ. ടീം എന്ന് പറഞ്ഞിട്ട് ബിനു മാത്രം വന്നത് എന്താണെന്ന് നിങ്ങൾ അതിശയിക്കുന്നുണ്ടാവും. പക്ഷെ നഞ്ചെന്തിനാ നാനാഴിന്ന് കേട്ടിട്ടുണ്ടോ? ഇത് ചെറിയ മുതലല്ല, വെറുതെ ഒന്നുമല്ല. സൂരജ് ബ്ലോഗിന്റെ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തത് അത് ലാഭകരമായിട്ട് പോയി അല്ലേ. അപ്പോ ബിനു നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കും. ബിനു ചേട്ടാ ഒരു മിനിറ്റ് ഒരു വ്യക്തി കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജാം ബോക്സിന്റെ നിഖിലായിട്ടുണ്ടെങ്കിൽ വിട്ടുപോയതാണ്. അപ്പോ നല്ലൊരു കൈഡിയോട് കൂടി തന്നെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. കയ്യടി പൊതുവെ ചോദിച്ചു വാങ്ങരുതെന്നാണ് പറയാറുള്ളത്. പക്ഷേ ചില അവസരത്തിൽ നമുക്ക് ചോദിച്ചിട്ടില്ല. ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ സാധിച്ചതിൽ. ഞങ്ങളിവിടെ എത്തിച്ച ജാം ബോക്സ് ടീമിനെ പ്രത്യേകിച്ച് നിഖിലേട്ടനും അവരുടെ ക്രൂ മെമ്പേഴ്സിന് എല്ലാവരോടും നന്ദി പറയുകയാണ്. അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങളുടെ പ്രൊഡ്യൂസറിൻ്റെ പടത്തിലെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള സൂരജ് ബ്രോയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വരുന്ന 19-ന് ഇടിയൻ ചന്തു തിയേറ്ററിൽ ഇറങ്ങുകയാണ്. എല്ലാവരും ഫാമിലിയായിട്ട് ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു സിനിമയാണ് ഇടിയൻ ചന്തു. അപ്പോൾ എല്ലാവരും പോകില്ലേ? ശബ്ദവും ഇന്നൊരു പാട്ടും ഞാനും ഇഷ്ടപ്പെട്ട പാടും ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യത്തെ സിനിമകളുടെ ശബ്ദമായിരിക്കും നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ എൻ എഫ് വർഗീസിന്റെ പ്രജ എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗ് എന്ന് പറയാം. ശ്രീ എൻ എഫ് വർഗീസ്. അപ്പോ പറഞ്ഞു കേട്ടത് പോലും തന്നെ ആളിത്തിരി ഹരാപ്പെട്ട ഇനിയെ കൊണ്ട് സംസാരിക്കുന്നത് ചുമ്മാ വെറുതെ 5 കപ്പിന്റെ ജോഡി വാക്കനടിച്ച വാറല്ല. സാക്ഷാൽ ലാഹേവൊക്കെ സീസണിൽ പൊളിറ്റിക്കായിട്ടാ ഈ സ്റ്റേജ് ഹോൾ ഫോർ പോലെ കൈകാര്യം ചെയ്യുക ദ പവർഫുൾ സെക്രട്ടറി സ്റ്റേജ് ക്യാബിനറ്റ്. ഇത് മൂക്കിട്ട് താഴ്ത്തി കാണി പൂടേണ്ടില്ല. അതിങ്ങനെ സിനിമാ സ്റ്റേജ് പിടിച്ചു പറിച്ച് മേലേക്ക് കയറ്റിയ പേടിക്കുന്ന രാഷ്ട്രീയക്കാരും നേതാക്കന്മാരും ഉണ്ടാകും. അതൊക്കെ ബോംബെയിൽ. അടുത്തായിട്ട് നമ്മുടെ വിട്ടുപിരിഞ്ഞു പോയ അതുല്യനായ കലാകാരൻ കൊച്ചിനിഫയുടെ മീശമെന്ന് പറയുന്ന സിനിമയിലെ സംഭവം. പിള്ളേർ കളിയാഴ്ചത് കേട്ടു എന്താ നടക്കുന്നത്? ഇത് കേസുകളാണ്. കേസ് എന്തുകൊണ്ട് പിന്നാമ്പറം കടച്ചു നാളും പറഞ്ഞു കടിച്ചത്. ഞാൻ തിരുവനന്തപുരം കൊടുത്തിട്ട് ഇഷ്ടമല്ലേ തിരുവനന്തപുരത്തിൽ ഉണ്ടാകുന്നു. ഒരു പറയുന്നില്ല. എപ്പോൾ ചെന്നാലും കാണും. എപ്പോൾ നോക്കിയാലും കൊമ്പത്താ കുറഞ്ഞ പറ്റും. ഇനി നമ്മുടെ മലയാള സിനിമ മിമിക്രിക്കാർക്ക് മിമിക്രിയിൽ മലയാള സിനിമയിലെത്തി ദേശീയ അവാർഡ് വരെ വാങ്ങി തന്ന നമ്മുടെ അതിലെ കലാകാരൻ സരീകുമാറിന്റെ ശബ്ദം ശ്രദ്ധിക്കൂ. മാധവൻ നായർ സർവ്വ പന്ത്രണ്ടിൽ രണ്ടു പേര് മുഖത്തുണ്ട് വക്കീല കൊടുക്കുന്നത്. I object to all. That's all. എനിക്ക് ഭയങ്കര ബുദ്ധിയാണ്. മീശോദകൾ തന്നെ നമുക്ക് പ്രിയങ്കനായി തീർന്ന ഇന്ദ്രജിത്തിന്റെ ശബ്ദം കൂടെ ഇരിക്കാം. 10 വർഷമായിരുന്നു സർവീസ് കളിച്ചത്. എന്താണ് അതിന്റെ പേര്? മീശ മേധോ സ്റ്റൈലൊക്കെ ഉണ്ട്. നാളെ വരുമ്പോ മീശ അവിടെ കാണുന്നു. അത് വടിച്ച് തീർണം കേട്ടോ. ക്ലീൻ ഷേപ്പ്. ഇനി അവസാനമായിട്ട് നമ്മുടെ കോഴിക്കോടിന്റെ അഭിമാന താരം മാമുക്കയുടെ ശബ്ദം കൂടി അനുകരിക്കാം. ശ്രീ മാമുക്കോയ. പറ്റൂല എന്റെ പറയുന്നത് കടകൾക്ക് നല്ല നെയ്യോ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് ഏവൻ ഇവനെല്ലാം നെയ്യ്. ഇവിടെ നമുക്ക് ഒരു വിലയില്ല. അങ്ങ് വടക്കോട്ട് പോകണം. വടക്കോട്ട് പുല്ല് വരെയാണ് ഓട്ടമത് അസലാവിലേക്ക്. അടിപൊളി ചേട്ടാ, അടിപൊളി. അപ്പോ ആ ഒരു കൈയടിയുടെ ശബ്ദം അടിപൊളിയായിട്ട് ഒരാളുകൂടെ ഉണ്ട് കേട്ടോ. ഒരാളുകൂടെ ഉണ്ട്. ഞാൻ ഇടയ്ക്ക് കയറിയതാണ്. സോറി. ഒരാളുകൂടെ ഉണ്ട്. ഓക്കെ. ലാൽ ജോസിന്റെ ശബ്ദം അനുകരിക്കാൻ വിഷ്ണു പറഞ്ഞു. ഡയലോഗ് ലാൽ ജോസ് എന്താ പറയാന്ന് വെച്ചാല് ഞാൻ ഈ പടത്തിന്റെ ഒരു കാര്യം പറയാം. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഖത്തറിൽ പറയാൻ സാധിച്ചത്. സിനിമ വിഷ്ണു പിതൃസഹിതം ശ്രീധരന്റെ സിനിമയാണ്.
എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ടും ഗംഭീര സിനിമയാണ്, ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു നല്ല സിനിമയാണ്. വീഡിയോ ചന്ദ്രന് എൻ്റെ എല്ലാവരുടെ ആശംസകളും നേരും. താങ്ക് യു. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു കയ്യടി എന്ന് പറയേണ്ട ആവശ്യമില്ല. നല്ല രീതിയിലുള്ള ഒരു സ്നേഹം, നമ്മുടെ ഖത്തറിന്റെ സ്നേഹം കൊടുത്തതിന് ശേഷം തീർച്ചയായിട്ടും പാട്ട് പാടാന്ന് പറഞ്ഞു രണ്ടുപേരും കംപ്ലീറ്റ് എനർജിയിൽ, ഫുൾ എനർജിയിൽ ഓൺ ആയിട്ട് നിൽക്കുകയാണെന്ന് അറിയാം. സ്റ്റേജ് കംപ്ലീറ്റ് ആയിട്ട് വിട്ടുതരാം. പക്ഷേ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ സ്പോൺസേഴ്സും അതേപോലെ തന്നെ വിശിഷ്ട വ്യക്തികളൊക്കെ ഇവിടെ ഉണ്ട്. അവരുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം the stage completely to you. സ്റ്റേജ് നിങ്ങളുടേതാണ്. ഓക്കെ, ഒരു ഗാനമാണ് മമ്മൂട്ടി ചിത്രത്തിലെ ഒരു ഗാനമാണ്. മമ്മൂട്ടി ഫാൻസിനോട് മമ്മൂട്ടി ഫാൻസ് എന്ന് കഴിഞ്ഞ് എന്തായാലും മമ്മൂട്ടി ഫാൻസിന് വേണ്ടി ഈ ഗാനം മോഹൻലാൽ ഫാൻസിനും ബാക്കിയുള്ള എല്ലാ ഫാൻസിനും സമർപ്പിക്കും. അതെ, ഞങ്ങൾ വലിയ പാട്ടുകാരൊന്നുമില്ല. ഇവിടെ നേരത്തെ പിന്നെ ഖത്തർ ഓർക്കസ്ട്ര, റിതം മ്യൂസിക് ബാൻഡ് ഇവരൊക്കെ പാടിയതായിട്ട് അതെല്ലാം മനസ്സിൽ നിന്ന് വായിച്ചവരോണ്ടാണ്. നമുക്ക് എല്ലാവരും കൂടി പാടാം. റെഡി അല്ലേ? കൂടെ പാടുള്ളൂ. സുന്ദരി